Okay. ഞാൻ ജസ്റ്റ് അന്ന് ചെയ്തത് തന്നെ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ചെയ്യാം. ഒരു 5 മിനിറ്റ്സ് കൊണ്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യാം. Rajesh, can you please tell me what have you done in the model? Hello? Hello? ഷാർപ്പ് സെൻഡ് பண்ணணும். സർ കേൾക്കുന്നില്ല ഞാൻ പറയുന്നേ? ഞാൻ കേൾക്കുന്നുണ്ട്. അത് രാജേഷ്. ഹലോ 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 രാജേഷ് சொல்லுங்க. See, can you please tell me what have you done in the model? I mean, hope you have started. കേൾക്കുന്നില്ല ഞാൻ പറയുന്നത്? ഇവിടുത്തെ ഇന്റർനെറ്റ് കണക്ഷൻ അൺസ്റ്റേബിൾ ആണ്. ഞാൻ കേൾക്കുന്നുണ്ട്, ക്ലിയർ ആണ്. സെൻഡ് பண்ணவானா? இல்ல வேணாம், just tell me what you have done. You have போட்டுருக்கோம். Okay, routing complete பண்ணியாச்சா? இல்ல ஃபுல்லா கம்ப்ளீட் பண்ணல, ஒரு போர்ஷன் மட்டும் போட்டுருக்கோம். ஓகே. அது ரூட் பண்ணதுக்கு வேற பிரச்சனை கிடையாது இல்ல? இல்ல அதுல எதுவும் டவுட் இல்ல. Okay. So I'll do one thing. I'll just route a small area. Okay. Then after we will go with piping and all. Okay. ആക്ച്വലി ഞാൻ അന്ന് ചെയ്തത് സേവ് ചെയ്തില്ല. ഞാൻ ജസ്റ്റ് ഒന്നുകൂടി വേഗം ഒരു 5 മിനിറ്റ് വേഗം ഞാൻ ഇതൊന്ന് സെറ്റ് ചെയ്യാം സർ. ജസ്റ്റ് സ്ട്രക്ചറും കൂടെ ഒന്ന് ലിങ്ക് ചെയ്യാം. First line.
സപ്പോസ് എനിക്കിപ്പോൾ ഈ ഫർണിച്ചർ ഒന്നും എനിക്ക് ഈ പ്ലാനിൽ കാണണ്ട, ഫർണിച്ചർ അതുപോലെ തന്നെ പ്ലം ഫിക്സേഴ്സ് ഇതൊന്നും എനിക്ക് ഈ വ്യൂവിൽ കാണണ്ട. സപ്പോസ് നമുക്ക് ഇതിനകത്ത് തന്നെ നമ്മൾ ഈ പ്രോജക്റ്റ് തന്നെയാണ് ഡ്രെയിനേജ് ചെയ്യുന്നത്. ഡ്രെയിനേജിന്റെ സമയത്ത് മാത്രം എനിക്ക് ഇതൊക്കെ കണ്ടാൽ മതി. അപ്പൊ എനിക്ക് ഇത് ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ റിവീലിംഗ് റീച്ച് എടുക്കുക. ലിങ്കിനകത്താണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. അപ്പം ആർക്കിടെക്ചർ ലിങ്കിനകത്താണ് ഉള്ളത്. ജസ്റ്റ് സെലക്ട് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും ഏത് ലിങ്കിനകത്താണ് ഉള്ളത് എന്നുള്ളത്. ആർക്കിടെക്ചർ ലിങ്കിനകത്താണ്. നേരെ ആർക്കിടെക്ചറിൽ പോയിട്ട് അതങ്ങ് ഹൈഡ് ചെയ്താൽ മതി. കസ്റ്റം മോഡൽ കാറ്റഗറി കസ്റ്റം ഇതില് പ്ലംബിംഗ് ഫിക്സ്ചർ അതിന്റെ കാറ്റഗറി അറിയണമെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് പറഞ്ഞിരുന്നു. ജസ്റ്റ് കൊണ്ട് ടാബ് ഇവിടെ കൊണ്ടുവച്ച് ടാബ് പ്രസ് ചെയ്താൽ മതി. ഇതൊന്ന് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കാറ്റഗറി എന്താണെന്ന് നമുക്ക് അവിടെ അറിയാൻ പറ്റും. പ്ലംബിംഗ് ഫിക്സ്ചർ ആണ് കാറ്റഗറി. നേരെ വീട്ടിൽ പോവുക, റെവിറ്റ് ലിങ്ക് കസ്റ്റം മോഡൽ കാറ്റഗറി 3D ഒബ്ജക്റ്റ് ആണ്. അതിനകത്ത് പ്ലംബിംഗ് ഫിക്സ്ചർ ഹൈഡ് ചെയ്താൽ മതി. യൂഷ്വലി ഇതിനൊക്കെ ഒരു ടെംപ്ലേറ്റ് ഉണ്ടാവും. ആ ടെംപ്ലേറ്റ് വെറുതെ അപ്ലൈ ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം ഹൈഡ് ആയി പൊക്കോളും. പ്ലംബിംഗ് ഫിക്സ്ചർ അതുപോലെ തന്നെ ഫർണിച്ചേഴ്സ് ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫർണിച്ചേഴ്സിനകത്ത് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഫിൽട്ടർ ലിസ്റ്റിനകത്ത് ആർക്കിടെക്ചറിൽ വരുന്ന കമ്പോണന്റ് ആണ് ഫർണിച്ചർ. ഇപ്പോൾ ആർക്കിടെക്ചറിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ആർക്കിടെക്ചർ റിലേറ്റഡ് കാറ്റഗറീസ് ഇതിലേക്ക് വരും. പ്ലംബിംഗ് ഫിക്സ്ചറും ഫർണിച്ചേഴ്സും ഇത് ഹൈഡ് ആവുന്നില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് നമുക്ക് പിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഫർണിച്ചർ ആണ്. ഫർണിച്ചർ ഹൈഡ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ഞാൻ ആക്ച്വലി ഗ്രിഡ് ഒന്ന് റൊട്ടേഷനകത്ത് ഗ്രിഡ് ഒന്ന് ഹാഫ് ടോൺ ആക്കി വെക്കണമെങ്കിൽ ഗ്രിഡ് ഹാഫ് ടോൺ ആക്കി വെക്കാം. അതുപോലെ തന്നെ ഗ്രിഡ് എപ്പോഴും പിൻ ചെയ്ത് വെക്കുക. ലിങ്കുകൾ എപ്പോഴും പിൻ ചെയ്ത് വെക്കുക. നമ്മൾ സ്കെച്ച് ചെയ്യുമ്പം ഡീറ്റെയിൽ ലെവൽ എപ്പോഴും ഫൈനൽ ഇടുക. അതുപോലെ തന്നെ വിഷ്വൽ സ്റ്റൈല് വയർ ഫ്രെയിം ഇട്ടോളൂ, കുഴപ്പമില്ല. ഇനി നമ്മൾ ഇതിലേക്ക് കറസ്പോണ്ടിങ് ഡിസൈൻ ഡ്രോയിങ് ലിങ്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഓൾറെഡി ഡിസൈൻ ഡ്രോയിങ്സ് ഞാൻ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. മെക്കാനിക്കലിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഡിസൈൻ ഡ്രോയിങ് ഇതായിരുന്നു. ജസ്റ്റ് ഞാനതിന് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. CAD ലിങ്ക്. ഇതായിരുന്നു ഡിസൈൻ ഡ്രോയിങ് ആ പ്രൊജക്റ്റിന്റെ. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ക്ലീൻ അപ്പ് ചെയ്ത് കൊണ്ടുവരാം. ആർക്കിടെക്ചർ എല്ലാം എടുത്ത് കളഞ്ഞ് സർവീസ് മാത്രം കൊണ്ടുവരാം. ഡിലീറ്റ് ചെയ്ത് കളയാണോ വേണ്ടത്? ഡിലീറ്റ് ഞാൻ ഇപ്പൊ ചെയ്യാറുള്ളത് യൂഷ്വലി നമ്മൾ ഇത് വേറൊരു ഫയലിലേക്ക് കോപ്പി ചെയ്യാറ് ആവശ്യമുള്ള എടുത്തിട്ട്. അതെ, എടുത്തിട്ട് ബാക്കിയുള്ള സർവീസ് ആർക്കിടെക്ചറൽ സ്ട്രക്ചർ ഒക്കെ ഡിലീറ്റ് ചെയ്തോളൂ അല്ലേ? ഓക്കെ, ഡിലീറ്റ് ചെയ്യാ, അല്ലെങ്കിൽ ലെയർ ഫ്രീസ് ചെയ്താലും മതി. ഇപ്പൊ ഞാനൊരു റെഫറൻസ് പോയിന്റ് മതി. ഇപ്പൊ ഞാനൊരു റെഫറൻസ് പോയിന്റ് എടുത്തു, 1 ഗ്രിഡിന്റെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്. എന്നിട്ട് ഞാൻ ലെയർ ഫ്രീസ് എടുത്തു. ഞാൻ ഈ ലെയേഴ്സ് എല്ലാം ഫ്രീസ് ചെയ്യാം. റൂം നെയിം ഒന്നും നമുക്ക് കാണേണ്ട ആവശ്യമില്ല. റൂം നെയിം ഒക്കെ ഹൈഡ് ചെയ്തു. ഇവൻ ഡിലീറ്റ് ചെയ്താലും കുഴപ്പമില്ല. കോപ്പി എടുത്തിട്ടുണ്ടായിരുന്നു. ഇത്രയും മതി. ഞാനിത് വേറെ ഫയലിലേക്ക് കോപ്പി ചെയ്യാറുണ്ട്. ഏതെങ്കിലും ഒരു പോയിന്റ് ബേസ് ചെയ്ത് കോപ്പി ചെയ്താൽ മതി. ഞാൻ ഈ ഫയൽ സേവ് ചെയ്യാണ്. ഈ സെയിം നെയിമിൽ തന്നെ ഞാൻ സേവ് ചെയ്യുന്നു. ഡിസൈൻ ഡ്രോയിങ്ങിന്റെ നെയിമിൽ തന്നെ ഞാൻ സേവ് ചെയ്യാണ്. ഇനി ഈ ഫയൽ ഞാൻ റെവിറ്റിലേക്ക് ലിങ്ക് ചെയ്യാണ്. ഇൻസേർട്ടിനകത്ത് ലിങ്ക് ആഡ്. ഇതാണ് നമ്മുടെ ഫയൽ. ഓക്കെ,
ഇനി ലിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് കറണ്ട് വ്യൂവിൽ ചെക്ക് ചെയ്യണം. സപ്പോസ് നമ്മൾ ചെക്ക് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ എല്ലാ വ്യൂസിലും അല്ലെങ്കിൽ ഈ വ്യൂവിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന എല്ലാ വ്യൂവിലും ഈ ലിങ്ക് കിടപ്പുണ്ടാവും. ഈവൻ 3D എടുത്താൽ പോലും ആ ലിങ്ക് ഉണ്ടാവും. ജസ്റ്റ് കറണ്ട് വ്യൂവിൽ ചെക്ക് ചെയ്യുക, ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, കറക്റ്റ് ആ ലൊക്കേഷനിൽ വന്നിരിക്കത്തില്ല. നമ്മൾ സെലക്ട് ചെയ്ത് മൂവ് ചെയ്യേണ്ടി വരും. എനിക്കിത് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം കാറ്റ് ഫയൽ നമ്മൾ ലിങ്ക് ചെയ്യുമ്പോൾ തന്നെ അത് പിന്നായിരിക്കും. ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഈ പിൻ അൺചെക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾ പിൻ ചെയ്തിട്ടുള്ള ഫയൽസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒന്ന് അൺപിൻ ചെയ്തിട്ട് പിന്നെ നമുക്ക് മൂവ് ചെയ്ത് നോക്കാം. മൂവ് ചെയ്യുന്ന ജസ്റ്റ് പോയിന്റ് ഇതാണ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്, പിൻ ചെയ്ത് നോക്കുക. ഓക്കെ, കാഡിന്റെ വിസിബിലിറ്റി കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ VG പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് കാറ്റഗറീസ് കിടപ്പുണ്ട്. ഇതാണ് നമ്മുടെ കാറ്റ് ഫയൽ. കാറ്റ് ലിങ്ക് ചെയ്തതെല്ലാം ഈ ടാബിൽ കാണാൻ പറ്റും. റെവിറ്റ് ലിങ്ക് ചെയ്തതെല്ലാം നമുക്ക് ഈ ടാബിനകത്ത്, റെവിറ്റ് ലിങ്കിനകത്ത് ഇമ്പോർട്ടൻറ്റ് കാറ്റഗറീസിനകത്താണ്. ഇപ്പോൾ നമ്മൾ കാറ്റ് ലിങ്ക് ചെയ്ത് കിടപ്പുണ്ട്. സപ്പോസ് ഞാനിത് എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാറ്റ് ഫയലിനകത്തുള്ള സകല ലേയേഴ്സും അതിനകത്ത് കിടപ്പുണ്ട്. ഓക്കെ, ഇപ്പോൾ എന്തെങ്കിലും ഇപ്പം ഇഫ് യു വാണ്ട് ടു ഹൈഡ് എനി ലെയർ നമുക്കിവിടെ അൺചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലെയർ ഹൈഡ് ആയി പോയിക്കോളും. അതല്ല, നമുക്ക് ഇനി ഈവൻ കാറ്റ് ഫയലിൽ തന്നെ നമുക്കൊരു കളർ കൊടുക്കണം എന്ന് വിചാരിച്ചോളൂ. ഓരോ ലെയറിന് ഒരു കളർ അസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അസൈൻ ചെയ്യാനുള്ള ഓപ്ഷനും ഈ ലൈനകത്തുണ്ട്. ഇവിടെ സപ്പോസ് എനിക്ക് ഡക്റ്റിന് വേറെ കളറാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഇവിടെ വേറെ കൊടുക്കണമെങ്കിൽ എനിക്ക് വേറെ കൊടുക്കാം. ജസ്റ്റ് ഞാനിത് കൊടുക്കുകയാണ്, ഓട്ടോമാറ്റിക്കലി ആ ലെയറിന് കളർ കൊണ്ടുപോകും. ഓക്കെ, നമ്മൾ ലിങ്ക് ചെയ്ത കാറ്റ് ഫയലാണത്. നമുക്ക് ഇൻഡിവിജ്വലി ഹൈഡ് ചെയ്യണമെങ്കിൽ ഹൈഡ് ചെയ്യുകയും ചെയ്യാം. സപ്പോസ് എനിക്കിപ്പോൾ ആ ലെയർ ഹൈഡ് ചെയ്യണം, അൺചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ലെയർ നമുക്ക് ഹൈഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ഓട്ടോകേഡിനകത്തുള്ള ലേയേഴ്സും നമുക്ക് ഈ വ്യൂവിനകത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതെല്ലാം ലിങ്കിനകത്തുള്ള ലേയേഴ്സ് ആണ്. നമുക്കിപ്പോൾ അതിന്റെ വിസിബിലിറ്റി കൺട്രോൾ ചെയ്യണമെങ്കിൽ മൊത്തത്തിൽ ഹൈഡ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ എനിക്കിപ്പോൾ ആ ലിങ്ക് ഹാഫ് ടോൺ ആക്കി വെക്കണം എന്നുണ്ടെങ്കിൽ ഹാഫ് ടോൺ ആക്കി വെക്കാം. യൂഷ്വലി സ്കെച്ച് ചെയ്യുമ്പോൾ ഹാഫ് ടോൺ ആക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, നെക്സ്റ്റ് ഇതിനകത്തൊരു റൂട്ടിംഗ് പ്രിഫറൻസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു റൂട്ടിംഗ് പ്രിഫറൻസ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. ടൈപ്പ് ഡ്യൂപ്ലിക്കേറ്റ് പേര് കൊടുക്കുന്നു, rectangular duct view 144. Just I'm creating a type name, editing routing preferences, root family. നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയത് തന്നെ, ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്ത് പോവാം. ഞാൻ ഇപ്പോൾ തൽക്കാലം സ്ലിപ്പാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഫാമിലി എല്ലാം ഞാൻ ലോഡ് ചെയ്ത് ഒരുമിച്ച്. ഓക്കെ, കറസ്പോണ്ടിങ് ഫിറ്റിംഗ്സ് ചെയ്യാൻ മീഡിയം റേഡിയസ് വെന്റ് ടാപ്പ് യൂസ് ചെയ്യുന്നു. ട്രാൻസിഷൻ യൂസ് ചെയ്യുന്നു. ക്യാപ് വന്നിട്ട് ബ്ലാങ്കറ്റ്. നമുക്ക് ആവശ്യമുള്ള ഫിറ്റിംഗ്സ് എല്ലാം ഞാൻ സെറ്റ് ചെയ്തു അതിനകത്തോട്ട്. അതുപോലെ തന്നെ ഈ ഡിസൈനിലുള്ള സിസ്റ്റംസ് എനിക്കിവിടെ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഈ ഡിസൈനിലുള്ള സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് സപ്ലയർ ഉണ്ട്. ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഒരു സിമ്പിൾ പ്രോജക്റ്റ് ആണ്. ഇതിനകത്ത് ഡക് സിസ്റ്റംസ് സപ്ലയർ ഉണ്ട്, നമുക്ക് എക്സോസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഔട്ട്സൈഡ് എയർ ഉണ്ട്, എക്സോസ്റ്റ് ഉണ്ട്. ഈ 4 സിസ്റ്റമേ ഉള്ളൂ ഇതിനകത്ത്. ഓക്കെ, അപ്പോൾ ഞാൻ ഡക് സിസ്റ്റംസ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നു.
ഡക്ക് സിസ്റ്റംസ് സപ്ലൈ റിട്ടേൺ എക്സോസ്റ്റ് ഓർഡിനകത്തുണ്ട്. സപ്ലൈനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഞാനത് റീനെയിം ചെയ്തിട്ട് പക്ഷേ എനിക്കിതിനകത്ത് കളർ അസൈൻ ചെയ്യണമെങ്കിൽ കളർ അസൈൻ ചെയ്യാം. നമുക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. സപ്ലൈക്ക് ഞാൻ ഗ്രീൻ മെറ്റീരിയൽ കൊടുക്കാം. ഞാൻ കൂടെ മെറ്റീരിയൽ കൊടുക്കാം. ഇതെല്ലാം നമ്മൾ അന്ന് നോക്കിയതായിരുന്നു. സപ്ലയർ crusher exhauster. ഇതാണ് കളർ കോഡിങ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മളിപ്പം ഈ സപ്ലയർ ടൈപ്പ് പ്രോപ്പർട്ടീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിറയെ പാരാമീറ്റേഴ്സ് കിടപ്പുണ്ട്. ഓക്കെ, ഈ പാരാമീറ്റേഴ്സിനെല്ലാം കറസ്പോണ്ടിങ് ഇപ്പൊ സപ്പോസ് ഇവിടെ എബ്രിവേഷൻ എന്ന് പറയുന്നൊരു പാരാമീറ്റർ കിടപ്പുണ്ട്. ഇതെല്ലാം നമുക്ക് അനോട്ടേഷൻ ടൈമിൽ ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സപ്പോസ് ഇപ്പൊ ഇവിടെ എബ്രിവേഷൻ ഇപ്പം നമുക്ക് നമ്മുടെ ഷോപ്പ് ഡ്രോയിങ്ങിൽ നമ്മൾ എബ്രിവേഷൻ എന്താണോ വേണ്ടത് ആ എബ്രിവേഷൻ നമ്മളോട് ടൈപ്പ് ചെയ്യേണ്ടത്. ഓട്ടോമാറ്റിക്കലി ടാഗ് ഒക്കെ വന്നോളൂ. സപ്പോസ് എനിക്ക് സപ്ലയർ ഡക്റ്റിന് എനിക്ക് SID കൊടുക്കുന്നു. നമുക്ക് യൂഷ്വലി നമ്മൾ എന്ത് എബ്രിവേഷൻ കൊടുക്കുന്നത് ഇവിടെ എബ്രിവേഷൻ കൊടുത്തു വെക്കാം. ഇത് അറ്റ് ടൈം അനോട്ടേഷൻ സമയത്ത് ആവശ്യമുള്ളൂ, ജസ്റ്റ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. പക്ഷെ തുടക്കത്തിൽ കൊടുത്തു പൊക്കോളൂ. ഇപ്പൊ റിട്ടേൺ എയറിൽ എബ്രിവേഷൻ RAD കൊടുത്തു. പക്ഷേ ഞാൻ എബ്രിവേഷൻ FAD എക്സോസ്റ്റ് എയറിന്റെ VAD. ഇനി ഞാൻ ഫസ്റ്റ് ഡിഫ്യൂസേഴ്സ് പ്ലേസ് ചെയ്യാണ്. നമുക്ക് അതുപോലെ തന്നെ ഫിൽറ്റർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് ഫിൽറ്റർ ക്രിയേറ്റ് ചെയ്യാം. നമ്മളൊന്ന് ഫിൽറ്റർ ക്രിയേറ്റ് ചെയ്യേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഞാൻ VGK അകത്ത് കയറി ഡയറക്റ്റ് ആയിട്ട് ഇവിടെ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആഡ് എഡിറ്ററിന് ഇങ്ങനെ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഫിൽറ്ററിൽ വ്യൂവിൽ പോയിട്ട് ഫിൽറ്ററിൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഇത് ഒന്ന് തന്നെയാണ്. സപ്ലയറിനെ ഞങ്ങൾ ഫിൽറ്റർ ക്രിയേറ്റ് ചെയ്യാണ്. സപ്ലൈ ഡക്റ്റ് CD ഫിൽറ്റർ ലിസ്റ്റിൽ മെക്കാനിക്കൽ ചെക്ക് ചെയ്യാം. എന്തിനൊക്കെയാണോ വേണ്ടത് എനിക്ക് ഡക്ട് ഫിറ്റിങ്ങും ഡക്റ്റിനും. ഈവൻ ടെർമിനലിലും ആ സെയിം കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കൊടുക്കാം, അല്ലെങ്കിൽ അത് വേണമെങ്കിൽ വേണ്ടെന്ന് വെക്കാം. ഫിൽറ്റർ റൂൾ നമുക്കൊന്ന് സിസ്റ്റം ടൈപ്പിനെ വെച്ചിട്ടാണ് ഫിൽറ്റർ ചെയ്തത്. സിസ്റ്റം ടൈപ്പ് ഈക്വൽസ് സപ്ലയർ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാണ്. എല്ലാ സിസ്റ്റത്തിനും ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. RAD ഇവിടെ മാത്രം മാറ്റിയാൽ മതി. റിട്ടേൺ ഇതൊക്കെ അന്ന് പറഞ്ഞായിരുന്നു. അത് ഇവിടുന്ന് FAD crusher VAD എക്സോസ്റ്റ്. ഈ വ്യൂവിൽ ഞാൻ ഈ ഫിൽറ്റേഴ്സ് എല്ലാം ആഡ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഓക്കെ കൊടുക്കുന്നു. ഇനി ഞാൻ ടെർമിനൽ പ്ലേസ് ചെയ്യാൻ നെക്സ്റ്റ് ടെർമിനൽ പ്ലേസ് ചെയ്യാണ്. അതിന് മുന്നേ നമുക്കൊരു സെക്ഷൻ ജസ്റ്റ് ഒരു സെക്ഷൻ പിക്ക് ചെയ്യാം. സെക്ഷൻ എടുക്കുക, GoTV പോവാം. ലെവൽസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ലെവൽസിന്റെ ടെക്സ്റ്റ് സൈസ് ഭയങ്കര വലുതാവുകയാണെങ്കിൽ നമുക്കിവിടെ ഈ സ്കെയിൽ കൺട്രോൾ ചെയ്യാം. നമുക്ക് ഇത് 50 ആക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടെക്സ്റ്റ് സൈസ് കുറഞ്ഞോളും. നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ ആണ് ചെയ്യേണ്ടത്. സീലിംഗ് ഇതാണ് സീലിംഗ്. നമുക്കിപ്പം സെലക്ട് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ പിൻ ബട്ടൺ അൺപിക്ക് ചെയ്യാം. ഇതാണ് ഫോൺ സീലിംഗ്, കോമ്പൗണ്ട് സീലിംഗ്. ഓക്കെ, കാണുമ്പോൾ അറിയാൻ പറ്റും. ഇനി ഞാൻ FFL നിന്ന് സ്ലാബിന്റെ ബോട്ടം വരെ ഡിസ്റ്റൻസ് എടുക്കുകയാണ് 4105. ഓക്കെ, അപ്പൊ ഇതായിരിക്കണം നമ്മുടെ വ്യൂ റേഞ്ച്. നമ്മൾ പ്ലാനിൽ ആദ്യം വ്യൂ റേഞ്ച് സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം പ്ലാനിന്റെ പ്രോപ്പർട്ടീസിനകത്ത് വ്യൂ റേഞ്ച് എന്ന് പറയുന്ന പാരാമീറ്റർ ഉണ്ട്. എഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിരുന്നു. ബോട്ടം പ്ലെയിൻ ഒരു ടോപ്പ് ലൈൻ ഉണ്ട്. ടോപ്പ് ലൈൻ എപ്പോഴും
നമ്മുടെ റേഞ്ച് എത്രയാണോ ആ റേഞ്ചിന്റെ വാല്യൂ കൊടുക്കുക, ഓഫ്സെറ്റ് വാല്യൂ അത് കൊടുക്കുക. സേ 4100. 0 to നമുക്ക് ബിറ്റ്വീൻ ഇതിനകത്ത് ഇതിന്റെ ഇടയിൽ വരുന്ന സർവീസുകളെല്ലാം നമുക്ക് കാണാൻ പറ്റും. മുന്നേ ഒരു 2100 ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. വ്യൂ റേഞ്ച് ആക്ച്വലി ഇതായിരുന്നു 2300 അപ്പോൾ നമുക്ക് ഈ റേഞ്ചിൽ വരുന്ന സർവീസ് മാത്രമേ, അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന മോഡൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എപ്പോഴും വ്യൂ റേഞ്ച് സെക്ഷൻ നോക്കിയിട്ട് കറക്റ്റ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ സീലിംഗ് ഹൈറ്റ് മുന്നേ തന്നെ അറിയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫ്യൂസർ വെക്കുമ്പോൾ കറക്റ്റ് ആ സീലിംഗ് ഹൈറ്റിലിട്ട് വെക്കാം. 2.9 മീറ്റർ ആണ് സീലിംഗ് ഹൈറ്റ്. അപ്പം ഞാൻ ഡിഫ്യൂസേഴ്സ് പ്ലേസ് ചെയ്യണം. ആദ്യം ഡിഫ്യൂസർ പ്ലേസ് ചെയ്യാം, പിന്നെ എക്യുപ്മെന്റ് പ്ലേസ് ചെയ്യാം, പിന്നെ നമുക്ക് ഡക്ടർ റൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചെറിയൊരു ഏരിയ ഞാനിപ്പോൾ ആദ്യം ചെയ്യാം. ഇപ്പോൾ ആദ്യം ടെർമിനൽ പ്ലേസ് ചെയ്യാം. സിസ്റ്റംസിൽ പോവുക, എ ടെർമിനൽ. ഓക്കെ, തൽക്കാലം നമുക്ക് ഈ ഡീഫോൾട്ട് ആയിട്ടുള്ള ഫാമിലീസ് തന്നെ തൽക്കാലം യൂസ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് സപ്ലൈ ഡിഫ്യൂസർ എടുക്കുന്നു. ഞാൻ ഒരു ടെർമിനൽ ഷെഡ്യൂൾ ഈ ഫയൽ എടുക്കുവാണെങ്കിൽ ടെർമിനൽ ഷെഡ്യൂൾ ഏറ്റവും അവസാനം കിടപ്പുണ്ടാവും. റിട്ടേണിന്റെയും സപ്ലൈന്റെയും ഇതാ. ഓക്കെ, നെക്സ്റ്റ് സൈസും മൊഡ്യൂൾ സൈസും ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, നമുക്ക് ഈ പാരാമീറ്റേഴ്സ് ഈ പറഞ്ഞ പോലെ ഫ്ലോ റേറ്റും ആ കാര്യങ്ങളൊക്കെ ഫാമിലി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. പക്ഷെ നമുക്ക് ആക്ച്വലി ഫ്ലോ റേറ്റ് എല്ലാം അസൈൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഡക്ട് പിക്ക് ചെയ്യുമ്പോൾ തന്നെ ആ ഡക്റ്റിൽ എത്ര എമൗണ്ട് ഓഫ് ഫ്ലോ ഉണ്ടെന്നുള്ളതെല്ലാം നമുക്ക് അതിനകത്ത് തന്നെ കാണിക്കാൻ പറ്റും. രണ്ട് രീതിയിൽ ചെയ്യാറുണ്ട്, അങ്ങനെയും ചെയ്യാറുണ്ട്. നമ്മൾ സാധാരണ ടെക്സ്റ്റ് ചെയ്ത് അങ്ങനെ രണ്ട് രീതിയിലും ചെയ്യാറുണ്ട്. നമുക്ക് നോക്കാം. അനോട്ടേഷൻ സമയത്ത് ഞാൻ പറഞ്ഞുതരാം. അത് ജസ്റ്റ് നമുക്ക് ആദ്യം മോഡൽ ചെയ്ത് അങ്ങ് പോവാം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം സപ്ലൈ ഡിഫ്യൂസർ എടുത്തു. ഇനി നമ്മൾ ഫാമിലി നെയിം ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നെയിം ചെയ്യുക. ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് സബ്മിറ്റിൽ പറയാം, അല്ലെങ്കിൽ ഡിസൈൻ ഡ്രോയിങ്ങിൽ എന്ത് പേരാണോ കൊടുത്തിരിക്കുന്നത് ആ കറക്റ്റ് നെയിം തന്നെ ഇവിടെ ഫോളോ ചെയ്യുക. SD1 SD2 എന്താണോ ഡിസൈൻ ഡ്രോയിങ്ങിലുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ഷെഡ്യൂൾ എങ്ങനെയാണോ വേണ്ടത് അതുപോലെ കറക്റ്റായിട്ട് ഫാമിലീൻ്റെ പേര് കൊടുക്കുക. നമുക്കിപ്പം BOQ എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുക, അതെല്ലാം ചെയ്യുമ്പോൾ കറക്റ്റ് ആ പേരിൽ തന്നെ വരും. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് എനിക്ക് ഡിസൈൻ ഡ്രോയിങ്ങിൽ എന്താണോ എനിക്ക് പേരുള്ളത്, ഐ മീൻ ടാഗ് നെയിം കൊടുത്തിരിക്കുന്നത്, ആ ടാഗ് നെയിമാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഇതിനെ ടൈപ്പ് A എന്നാണ് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനെ മാർക്ക് A എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് സപ്ലൈ ഡിഫ്യൂസർ എടുക്കുന്നു. എഡിറ്റ് ടൈപ്പ്, ഇതാണ് ഫാമിലി. ഞാൻ ജസ്റ്റ് ഇതിന്റെ ടൈപ്പ് നെയിം, ഫാമിലി നെയിം ഇതാണ്, അതിന്റെ ടൈപ്പ് നെയിം ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിന് ഞാൻ പേര് കൊടുക്കുന്നു, സേ ടൈപ്പ് A, അല്ലെങ്കിൽ മാർക്ക് A എന്നോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് A എന്ന് കൊടുക്കുന്നു. കറസ്പോണ്ടിങ് ഡയമെൻഷൻസ് നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാം. ഡക്ട് വിഡ്ത്ത്, ഡക്ട് ഹൈറ്റ്, ഡിഫ്യൂസർ വിത്ത് ഡിഫ്യൂസർ ഹൈറ്റ്. ഓക്കെ, ഇത് ഈ ഡിഫോൾട്ട് ആയിട്ടുള്ള ഫാമിലിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചിട്ടുള്ളത്. നമുക്ക് ഫാമിലി ഈ ഫാമിലിയൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. എക്സാക്ട് ആയിട്ട് നമുക്ക് സബ്മിറ്ററിൽ എങ്ങനെയാണോ അതേപോലെ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഫാമിലി ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കുമ്പോൾ നോക്കാം. ജസ്റ്റ് ഞാനിത് ചേഞ്ച് ചെയ്യണം. ഡക്ട് വിത്ത് ഡക്ട് ഹൈറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ കണക്ട് ചെയ്യുന്ന കോളറിന്റെ സൈസാണ്. ഡിഫ്യൂസർ വിത്ത് ഡിഫ്യൂസർ ഹൈറ്റ് എന്ന് പറയുന്നത് അതിന്റെ ഫേസ് സൈസ്. ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്യാം. ആദ്യം ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. ഞാൻ സേവ് ആണെങ്കിൽ ടൈപ്പ് A എന്ന് നോക്കാം. ടൈപ്പ് A അല്ലെങ്കിൽ SDA എന്ന് കൊടുക്കുന്നു. ഓക്കെ, നമുക്ക് ടൈപ്പ് A കറസ്പോണ്ടിങ് വാല്യൂ എന്ന് പറയുന്നത് മൊഡ്യൂൾ സൈസ് 600/600, നെക്സ്റ്റ് സൈസ് 300/300. ഈ സെയിം തന്നെയാണ്. ജസ്റ്റ് ഞാൻ ഇവിടുത്തെ പ്ലേസ് ചെയ്യുന്നു. പ്ലേസ് ചെയ്തതിന് ശേഷം ഇതിന്റെ ഓഫ്സെറ്റും കൂടി സെലക്ട് ചെയ്തിട്ട് അതിന്റെ ഓഫ്സെറ്റും കൂടി ഞാൻ ഇവിടെ പിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഓഫ്സെറ്റ് വാല്യൂ 2.9 മീറ്റർ. ഓക്കെ, സെക്ഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡിഫ്യൂസർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇത് അങ്ങനെ തന്നെ ഇവിടേക്ക് കോപ്പി ചെയ്യാം. ഓക്കെ, ഈ ലീഡേഴ്സ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഹൈഡ് ചെയ്യാൻ പറ്റും. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ, അതായത് ഫ്ലോ ആരോസ് നമുക്ക് ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് അൺചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതങ്ങ് ഹൈഡ് ആയി പൊക്കോളൂ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ എക്യുപ്മെന്റ് പ്ലേസ് ചെയ്യാം. എക്യുപ്മെന്റ് പ്ലേസ് ചെയ്യാനായിട്ട് സിസ്റ്റംസിനകത്ത് മെക്കാനിക്കൽ എക്യുപ്മെന്റ് എടുക്കുന്നു. ലോഡ് ഫാമിലി ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, അതായത് ഓരോ ഫാമിലിക്കും അതിൻ്റെതായ കാറ്റഗറി ഉണ്ട്.
ഇപ്പോൾ നമുക്ക് ഡിഫ്യൂസർ ആയിക്കോട്ടെ, ഡിഫ്യൂസർ ഇപ്പോൾ ലീനിയർ സ്ലോട്ട് ആയിക്കോട്ടെ, നോർമൽ സീലിംഗ് സ്ക്വയർ ഡിഫ്യൂസർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗ്രിൽ ആയിക്കോട്ടെ, രജിസ്റ്റർ ആയിക്കോട്ടെ, ഈ ഫാമിലീസ് എല്ലാം ലോഡ് ചെയ്യുന്നത് എയർ ടെർമിനൽ എന്ന് പറഞ്ഞ കാറ്റഗറി കൂടിയാണ്. എക്യുപ്മെന്റ്സ് എല്ലാം, എല്ലാ എക്യുപ്മെന്റും ലോഡ് ചെയ്യുന്നത് മെക്കാനിക്കൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത് ഈ ടൂൾ അല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷൻ വഴിയാണ് എക്യുപ്മെന്റ്സ് എല്ലാം ലോഡ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു എക്യുപ്മെന്റ് ലോഡ് ചെയ്യാം. ലോഡ് ഫാമിലി എക്യുപ്മെന്റ് ഷെഡ്യൂൾ ഞാൻ അതിന്റെ കൂടെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് FCUവിന്റെ ഷെഡ്യൂൾ ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, അതിൽ പോവുകയാണെങ്കിൽ ഓൾറെഡി ഇതിന്റെ മോഡൽ നമ്പറും മാനുഫാക്ചറൊക്കെ വന്ന് കിടപ്പുണ്ട്. ഞാൻ ആക്ച്വലി ഇതിന്റെ ഫാമിലി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ ഷെയർ ചെയ്തത്. അപ്പം അതിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡക്റ്റിങ്ങിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫാമിലീസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് 2 മേക്കാണ് നമുക്ക് ഈ ഷെഡ്യൂൾ നോക്കി കഴിഞ്ഞാൽ ഉണ്ടാവുക. ഒന്ന് വന്നിട്ട് യോർക്കും പിന്നെ വന്നിട്ട് കാരിയറും. ആ 2 ഫാമിലി ഞാനിവിടെ കൊണ്ടുവിട്ടിട്ടുണ്ട് തൽക്കാലം. ഇത് യൂസ് ചെയ്തോളൂ. കാരിയറിന്റെ ഫാമിലി ഇത് അവിടെ കിടപ്പുണ്ട്. കാരിയർ FCU. യോർക്കിന് പകരം ഞാൻ ഒരു ജോൺസൺ കൺട്രോളിന്റെ ഒരു FCU ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഒരു FCU പ്ലേസ് ചെയ്യണം. FCU GSC03. FCU GSC03. ഓക്കെ, മാനുഫാക്ചറർ യോർക്കാണ്. ഇപ്പോൾ യോർക്കിന് നമുക്ക് ജോൺസൺ കൺട്രോൾ അത് യൂസ് ചെയ്യാം. മോഡൽ നമ്പർ FHP40. അപ്പോൾ ഞാൻ മെക്കാനിക്കൽ എക്യുപ്മെന്റ് എടുക്കുന്നു. ലോഡ് ഫാമിലി, families, selecting, select ചെയ്യാം, ഓപ്പൺ. ഓക്കെ, ഇനി നമ്മൾ ഈ ഫാമിലിയാണ് ലോഡ് ചെയ്തിരിക്കുന്നത്. സ്പേസ് ബാർ പ്രസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫാമിലീസ് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ഞാൻ പ്ലേസ് ചെയ്ത് പോവാണ്. പ്ലേസ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ആ ഫാമിലി സെലക്ട് ചെയ്യുക. പ്രോപ്പർട്ടീസിൽ പിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറേ ടൈപ്സ് ഇതിനകത്ത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാം നമുക്ക് ഫാമിലി ക്രിയേറ്റ് ചെയ്യുമ്പോൾ നോക്കാം. നമുക്കിപ്പോൾ ഞാൻ എല്ലാ ടാഗ് നെയിമിന്റെ ടൈപ്സും ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സേ ഷെഡ്യൂൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ FHP40 ആണ് ഈ പർട്ടിക്കുലർ FCUവിന്റെ മോഡൽ നമ്പർ. അപ്പോൾ ഞാൻ ആ ഒരു ഫാമിലി പിക്ക് ചെയ്യുന്നു, ടൈപ്പ് പിക്ക് ചെയ്യുന്നു. FCU GSC03 FHP40. ഞാൻ ഈ FCU ഹൈറ്റ് നേരത്തെ അസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. FCUവിന്റെ ഹൈറ്റ് ഞാൻ അസൈൻ ചെയ്യുന്നു. സെലക്ട് ചെയ്യുന്നു. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കീ വെച്ച് പിക്ക് ചെയ്യാം, അല്ലെങ്കിൽ മൂവ് ചെയ്ത് വെക്കണമെങ്കിൽ നമുക്ക് മൂവ് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ ഒരു റേഞ്ചിൽ കൊണ്ട് വെക്കുന്നു. ക്ലീനത്തിൽ വെച്ച് പോവാണ് തൽക്കാലം. ഓക്കെ, 3D നോക്കുവാണെങ്കിൽ നമുക്ക് ബോക്സ് ഒന്ന് ഹൈഡ് ചെയ്യാം. എത്രയാണ് നമ്മൾ പ്ലേസ് ചെയ്തത്. നെക്സ്റ്റ് നമുക്കൊരു ക്യാൻവാസ് വെക്കണം. ഒരു ക്യാൻവാസ് വെക്കണം. ഞാൻ ക്യാൻവാസ് ലോഡ് ചെയ്യാണ്. ക്യാൻവാസ് ലോഡ് ചെയ്യാനായിട്ട് നമുക്ക് ഒന്നെങ്കിൽ ഡക്ക് ഫിറ്റിംഗ് എടുക്കുക. ലോഡ് ഫാമിലി, ഞാൻ അതിനകത്ത് ക്യാൻവാസിന്റെ ഫാമിലി ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ആ ക്യാൻവാസ് അങ്ങ് ലോഡ് ചെയ്യും. ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് പോയാൽ മതി, ഇരുന്നോളൂ. ജസ്റ്റ് ഒന്ന് പോയിന്റ് എടുത്ത് കൊണ്ട് വെച്ചാൽ മതി, ഓട്ടോമാറ്റിക്കലി ക്യാൻവാസോട് ഇരുന്നോളൂ. ഓക്കെ, അതിനുശേഷം ക്യാൻവാസ് സെലക്ട് ചെയ്യുക. ഡക്ട് റൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ പോയിന്റിൽ ഒന്ന് പിക്ക് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കലി ഡക്ട് ജനറേറ്റ് ആവും. അല്ലെങ്കിൽ സെലക്ട് ചെയ്യുക, ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പ്രോഡക്റ്റ്. ഓക്കെ, ഇനി ഈ പ്രൊജക്റ്റിൽ അല്ലെങ്കിൽ ഈ ഫ്ലോറിലെല്ലാം റിജിഡ് കണക്ഷൻ ആണ്, ഫ്ലെക്സിബിൾ കണക്ഷൻസ് ഒന്നുമില്ല. ഫ്ലെക്സിബിൾ കണക്ഷൻ നമുക്ക് വേറൊരു പ്രൊജക്റ്റ് നോക്കാം. ജസ്റ്റ് ഡക്ട് അങ്ങ് പിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഈ ഡക്ട് സെലക്ട് ചെയ്തിട്ട് അതിന്റെ സിസ്റ്റം നോക്കണം. സിസ്റ്റം ടൈപ്പ് വന്നിട്ട് എക്സോസ്റ്റ് ആണ് ഇരിക്കുന്നത്. മാറ്റിയിട്ട് ഏതാണ് സപ്ലൈ ആണോ വേണ്ടത്, സപ്ലൈ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് സപ്ലൈ ഡക്ട് ആവും. ഓക്കെ, അതുപോലെ തന്നെ ഈ ഡക്ടിന്റെ സൈസ്, ഡിസൈനിലെ സൈസ് നമുക്ക് തന്നിട്ടുണ്ട് 400 by 150. ഡക്ട് സെലക്ട് ചെയ്യുക. വിഡ്ത്ത്
400, ഹൈറ്റ് വന്നിട്ട് 150. ഓക്കെ, അതിനുശേഷം ഡക്ട് ടൈപ്പ് നമ്മൾ കറണ്ട് ഡക്ട് ടൈപ്പ് ആണോ റൂട്ട് ഫോളോ ചെയ്യുന്നത് അതും നോക്കിക്കോളൂ. അതിനുശേഷം കണക്ഷൻ കൊടുക്കണം. ജസ്റ്റ് ഡിഫ്യൂസർ സെലക്ട് ചെയ്യുക, കണക്ട് ഇൻ ടു ഡക്ട് വെക്കുക, മതി. ഓട്ടോമാറ്റിക്കലി കണക്ട് ആയി. സെലക്ട് ചെയ്യുക, കണക്ട് ഇൻ ടു ഇത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം. ഷൂ പീസ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം. നമുക്കിവിടെ ഒരു ബ്ലാങ്കറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക, പോയിന്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ക്യാപ്പ് ഓപ്പണൻറ്റ്. ഐദർ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡക്ട് സെലക്ട് ചെയ്യുക, ക്യാപ്പ് ഓപ്പണൻറ്റ്. രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, ഇനി എനിക്ക് ഇവിടെ ഒരു VCD പ്ലേസ് ചെയ്യണം. VCD പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡക്ട് ആക്സസറി എടുക്കുക, DA, അല്ലെങ്കിൽ ഈ ടൂൾ എടുക്കാം, ലോഡ് ഫാമിലി. ഡീഫോൾട്ട് ആയിട്ട് ഇതിനകത്ത് ഡാമർ മാത്രമേ ഉണ്ടാവുള്ളൂ. ആക്സസറി വേണമെന്നുണ്ടെങ്കിൽ ലോഡ് ചെയ്യുക, VCD വോളിയം കൺട്രോൾ ഡാമ്പർ. ഓക്കെ, ഡാമ്പർ എടുക്കുക. ഓക്കെ, എവിടെയാണോ വേണ്ടത് അവിടെ ജസ്റ്റ് പ്ലേസ് ചെയ്ത് പോയാൽ. ഇതൊക്കെ അന്ന് പറഞ്ഞതാണ്, ജസ്റ്റ് ഒന്നുകൂടെ പറയുന്നുള്ളൂ. ഇനി നെക്സ്റ്റ് നമുക്കതിൻ്റെ 3D കാണാം. 3D കാണാം. ഇതാണ് നമ്മൾ വെച്ചത്. 3Dയിൽ കുറച്ചുകൂടി ഇങ്ങോട്ട് മൂവ് ചെയ്ത് നോക്കാം. ഓക്കെ, ജസ്റ്റ് ഞാൻ ഈ ഒരു ഏരിയ റൂട്ട് ചെയ്ത് കാണിച്ചു തരാം. നെക്സ്റ്റ് നമുക്കിവിടെ എക്സോസ്റ്റ് ഡക്റ്റ് ഉണ്ട്. റൈസർ ഇവിടെയാണ്. നമുക്ക് എക്സോസ്റ്റ് ഡക്റ്റ് റൂട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ടെർമിനൽസ് പ്ലേസ് ചെയ്യാം. ഇതൊക്കെ എക്സോസ്റ്റിന്റെ ടെർമിനൽസ് ആയിരിക്കും. ടൈപ്പ് എ. ഓക്കെ, നമുക്ക് ഫ്ലോ റേറ്റ് ഒക്കെ അസൈൻ ചെയ്ത് പോവാം. അത് നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ അനോട്ടേഷൻ ടൈമിൽ ഇതെല്ലാം പറഞ്ഞുതരാം, ഫ്ലോ റേറ്റ് അസൈൻ ചെയ്യേണ്ടതും കാര്യങ്ങളൊക്കെ. ജസ്റ്റ് നമുക്ക് സർവീസ് എല്ലാം മോഡൽ ചെയ്തങ്ങ് പോവാം. അതിനുശേഷം നമുക്ക് ഇത് പിടിച്ച് അസൈൻ, ഓരോ ടെർമിനലിന്റെ ഫ്ലോ റേറ്റ് നമുക്ക് ഇവിടെ അസൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞ ക്ലിയർ ആവുന്നില്ലേ? കണ്ടിന്യൂ ചെയ്തോളൂ സുരേഷ്. ഓക്കെ, ഇത് അന്ന് പറഞ്ഞു തരുന്നത്, അതാ ഞാൻ ഓക്കെ. നെക്സ്റ്റ് നമുക്ക് ഇവിടെ എക്സോസ്റ്റ് ഡിഫ്യൂസേഴ്സ് പ്ലേസ് ചെയ്യണം. ടെർമിനൽ നമുക്ക് ഇതിനകത്ത് ഡീഫോൾട്ട് ആയിട്ടുള്ള തൽക്കാലം എടുക്കാം. നമുക്ക് ഈ ഒരു എക്സോസ്റ്റ് ഡിഫ്യൂസർ എടുക്കുന്നു. ഞാനിതിൻ്റെ ടൈപ്പ് നെയിം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. എക്സോസ്റ്റ് ഡിഫ്യൂസർ ടൈപ്പ് എ. നമുക്ക് ജസ്റ്റ് ആ ഷെഡ്യൂൾ ഒന്ന് നോക്കാം. എക്സോസ്റ്റ് ഡിഫ്യൂസറിന്റെ ഷെഡ്യൂൾ നടപ്പുണ്ട്. നെക്സ്റ്റ് സൈസ് 150, മോഡ്യൂൾ സൈസ് വന്നിട്ട് 300. നെക്സ്റ്റ് സൈസ് 150. വിഡ്ത്ത് ടൈപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഹൈറ്റ് മാറിക്കോളും. എക്സോസ്റ്റ് ഡിഫ്യൂസർ കൊടുക്കുന്നു. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഫ്ലോ ആരോ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാ ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്കത് വേണ്ടെന്നുണ്ടെങ്കിൽ വേണ്ടെന്ന് നോക്കാം. ഓൾറെഡി നമുക്ക് ഇതിനകത്ത് സിമ്പിൾ ഓട്ടോമാറ്റിക്കലി വന്നോളും. നമ്മൾ മാക്സിമം നമ്മൾ മോഡൽ ചെയ്യുമ്പോൾ ഒരു സെക്ഷൻ തന്നെ വരയ്ക്കാൻ നോക്കുക. ഈ സെക്ഷനാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് മൂവ് ചെയ്ത് വെക്കാൻ പറ്റും. ഓരോ സെക്ഷൻ നമ്മൾ വരയ്ക്കും തോറും ഓരോ വ്യൂ ജനറേറ്റ് ആവും. നമ്മുടെ ഫൈനൽ സൈസ് കൂടിക്കൊണ്ടേയിരിക്കും. സെക്ഷൻ എടുക്കുക. ഞാൻ ടെർമിനൽ വെച്ച് ഇവിടെയാണ്. ഇതാണ് നമ്മുടെ സീലിംഗ്. സീലിംഗിലേക്ക് അലൈൻ ചെയ്യാം.
എല്ലാം ടിപ്പിക്കലാണ്, ടൈപ്പ് എ ആണ്. ഓക്കെ, ഇവിടെയും ഡിഫ്യൂസർ ഉണ്ട്. ഞാൻ ഇതുകൊണ്ട് വെക്കുന്നു. ഇത് ടൈപ്പ് ബി ആണ്. ഓക്കെ, ഇത് ടൈപ്പ് എ ആണ്, ഇത് ടൈപ്പ് ബി ആണ്. ഓക്കെ, ബിന്റെ സൈസ് വന്നിട്ട് 225 by 25, 300 by 300. അപ്പോൾ ഇതൊന്നും കൂടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം.